വിരൂപനായ കറുത്ത മുയല്. പ്ലൂലാൻഡ് കാട്ടിൽ ഉച്ച സമയത്ത് 4 പേരും കൂടി ഒളിച്ചേ പാത്തോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. മാൻ കണ്ണടച്ചുകൊണ്ട് 5 വരെ എണ്ണി. ആന വലിയ ചെടിയുടെ മറവിലും, കുറുക്കൻ ഒരു മരത്തിന്റെ പുറകിലും, മോണ്ടുകുരങ്ങൻ ഒരു മരത്തിന്റെ മുകളിലും ഒളിച്ചിരുന്നു. ഞാനിതാ വരുന്നു. മാൻ അവരെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് വഴിയിൽ ഒരു കറുത്ത മുയൽക്കുഞ്ഞ് വരുന്നതായിട്ട് കാണുന്നത്. മാൻ അവനെ കാണുമ്പോ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോകും. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടത്? എന്തുകൊണ്ട് കണ്ടത്? അയ്യോ, കണ്ടാൽ എന്താ കുഴപ്പം സഹോദര? നിങ്ങൾ താജ്മഹലൊന്നും അല്ലല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാനായിട്ട്. ഒളിഞ്ഞിരുന്ന മറ്റു മൃഗങ്ങളും ആ മുയലിനെ കാണും. മോണ്ടുകുരങ്ങനിരുന്ന ആ മരത്തിന്റെ കൊമ്പ് പൊട്ടി താഴെ കുറുക്കന്റെ മേത്തോട്ട് വീഴും. അയ്യോ, ഞാൻ ചത്തേ! ആന ഒളിഞ്ഞിരുന്ന അവിടേക്ക് ഒരു എലി ഓടി വന്ന് എന്നിട്ട് ആനയുടെ വാല് കടിച്ചു. ആന നിലവിളിച്ചുകൊണ്ട് ഓടി നേരെ ഒരു മരത്തിൽ ചെന്നിടിച്ചു. മരമിടിച്ചപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു കിളിക്കൂട് നേരെ മാന്റെ തലയിലോട്ട് തന്നെ വന്നു വീണു. ഓ, ഇതാരെങ്കിലും ഒന്ന് മാറ്റിയേ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് മുയലിന്റെ അടുത്തേക്ക് വന്നു. ഒരുമിച്ച് എല്ലാവർക്കും 8ന്റെ പണി കിട്ടി. എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? നമുക്കെല്ലാവർക്കും എങ്ങനെയാ ഒരുമിച്ച് ഇങ്ങനെയുള്ള വിചിത്ര കാര്യം സംഭവിച്ചത്? ഇത് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലല്ലോ. മുയൽ സഹോദര, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് കറുപ്പ് മുയല്. നല്ല പേരാണല്ലോ. വരൂ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ കാർഡ് കാണിച്ചു തരാം. പിന്നെ മറ്റെല്ലാവരെയും പരിചയപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെ ഇവരെല്ലാവരും മുയലിനെ എല്ലാ സ്ഥലത്തും കറക്കും. എന്നിട്ട് ബാക്കിയുള്ള മൃഗങ്ങളെയും പരിചയപ്പെടുത്തി കൊടുക്കും. മുയൽ എല്ലാവരുമായിട്ട് ഇണങ്ങി അങ്ങോട്ട്. എല്ലാ മൃഗങ്ങൾക്കും അവനെ ഭയങ്കരമായി ഇഷ്ടമായി. അടുത്ത ദിവസം രാവിലെ ആയപ്പോ എല്ലാരും കൂടെ മുയലിന്റെ അടുത്തേക്ക് പോയി. വരൂ, പോവാൻ കാലുമേലേ. നമുക്കെല്ലാവർക്കും കളിക്കാം. ഉച്ചക്കളിന് ഞാൻ എൻ്റെ സമയത്തിൽ കളിക്കാറില്ല. അല്ല, ഉച്ചയായി കഴിഞ്ഞാൽ വല്ല വേട്ടക്കാരനും വരുവോ? വാ, നീ ചുമ്മാ മണ്ടത്തരം പറയാതെ. അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് മുയലിനെ ജിറാഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ലംബു ജിറാഫേ, നീ വാ, നമുക്ക് പോയി കളിക്കാം. നീ ഇന്നലെയും വന്നിട്ടില്ലല്ലോ. ശരി ശരി, ക്ഷമിച്ചേക്ക്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും വരും. അപ്പോഴാണ് ജിറാഫ് മുയലിനെ കാണുന്നത്. അല്ല, ഈ മുയലാരാ? ജിറാഫ് അപ്പോ മുയൽ കുഞ്ഞിനെ കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഒരു അമ്പ് വന്ന് നേരെ അവന്റെ പിൻഭാഗത്ത് കുത്തി. എന്റെ അമ്മച്ചിയേ! അങ്ങനെ ജിറാഫ് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം. അങ്ങനെ കറുമ്പനായ മുയൽ ആരുടെയൊക്കെ മുമ്പിൽ പോകുമോ അവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പം വരുമായിരുന്നു. ഇക്കാര്യം 4 പേർക്കും വളരെ വ്യത്യസ്തമായി തോന്നി. അങ്ങനെ ഇക്കാര്യം കാട്ടിൽ മൊത്തം പാട്ടായി. അന്നേ വൈകുന്നേരം ഷേർഖാൻ കറുമ്പൻ മുയലിനെയും ബാക്കിയുള്ള കൂട്ടരെയും ചർച്ച നടത്താൻ വിളിപ്പിച്ചു. കാലുമുയലേ, കാട്ടിലെ മൃഗങ്ങളെല്ലാം പറഞ്ഞു നിന്റെ മുഖം കാണുന്നവന് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ളത്. ഇതിൽ വല്ല സത്യമുണ്ടോ? ഓ സിംഹരാജാവ്, ആരാണ് എൻ്റെ മുന്നേ വന്നാൽ അവർക്ക് നിശ്ചയം കുഴപ്പം ഉണ്ടാകും. ഞാൻ പാവപ്പെട്ട മൃഗമാണ്. അതിനാൽ എന്നെ കാട്ടിലിരുന്ന് എന്നെ പുറത്താക്കി. നീ ഇതെന്തായി പറയുന്നേ കാലു? അങ്ങനെയൊന്നുമില്ല. നീ ഞങ്ങളുടെ സുഹൃത്താണ്. നിങ്ങളുടെ സുഹൃത്ത് കാരണം ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും അപകടത്തിലാണെങ്കിൽ ഞാൻ ഇവനെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല. നീ ഇപ്പൊ ഇവിടുന്ന് പോണം കാലുമുയലേ. ഇത് കേട്ടതോടെ കറുമ്പൻ മുയലിന് ആകെപ്പാടെ വിഷമമായി. അതുപോലെ അവന്റെ 4 കൂട്ടുകാർക്കും നല്ല സങ്കടമായി. പക്ഷെ ഷേർഖാൻ ഒന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷേർഖാൻ, ദേ ഉച്ച കഴിയാറായിരിക്കുന്നു. അങ്ങ് ദയവായി ഇന്ന് കാലുമുയലിനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. ശരി, പക്ഷെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇവൻ ഇവിടെ നിന്ന് പോയേ പറ്റൂ. അതേസമയം അപ്പുറത്തെ കാട്ടിൽ താമസിച്ച ഗോൾഡി പരന്ത് അവിടത്തെ രാജാവായ ബബ്ബറും ചമ്പൻ സിംഹത്തിനോടും കാര്യം പറഞ്ഞു. ഷേർഖാൻ ആ കാട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്നത്. അയാളുടെ സഹോദരൻ മറ്റൊരു കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അയാളെ കൊല്ലാനുള്ള ഏറ്റവും നല്ല അവസരം ഇതാണ്. കൊള്ളാം, ഇന്ന് നീ തന്ന നല്ല വാർത്തയാണ് ഗോൾഡി. നമുക്കുടൻ തന്നെ അവനെ തീർക്കണം. അവനെ കൊന്നതിന് ശേഷം അവിടെ കിടന്ന് സുഖിക്കണം.
അന്നത്തെ രാത്രി മുഴുവനും കറുമ്പൻ മുയലിനോട് 4 പേരും ഒരുപാട് സംസാരിച്ചു. രാവിലെ സൂര്യൻ ഉദിച്ചപ്പോഴേക്കും തന്നെ ഷേർഖാൻ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും അവിടേക്ക് വന്നു ചേർന്നു. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു. എന്നെ ഇപ്പോൾ ആരെയും ഇങ്ങനെ നോക്കരുത്, കഷ്ടമാണ്. അതിന് പുറമായിരിക്കും പ്രശ്നം. അങ്ങനെയൊന്നും പറയരുത് കൂട്ടുകാരാ. കാലുമുയലേ, ദേ ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഇനി നിനക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പൊക്കോളൂ. മുയലൊന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ അവിടെ നിന്ന് നടന്നുപോയി. ഉച്ചസമയമാവാറായി, പക്ഷെ അവൻ തിരിഞ്ഞൊട്ടും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോൾഡി പരന്ത്, ബാബർ സിംഹം, ചെമ്പൻ സിംഹവും നടന്നു വരുന്നതായിട്ട് കാണും. അല്ല, ഇവര് 3 പേരും എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഷേർഖാൻ, ഇന്ന് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരിക്കും. ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് നിന്നെ കൊല്ലാൻ പോവാ. നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഈ കാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇന്നു മുതൽ ഈ വനം ഭരിക്കുന്നത് ഞങ്ങളായിരിക്കും. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ, ഞാൻ എൻ്റെ ഈ കാട് വിട്ട് എങ്ങോട്ടും പോവില്ല. ശരി, എങ്കിൽ തോൽക്കാനായി തയ്യാറായിക്കൊള്ളൂ. അപ്പോഴേക്കും അവർ ആ കറുമ്പൻ മുയലിനെ കാണും. അവൻ നേരെ നടക്കുകയായിരുന്നു. എന്താണ് മുയലേ, നീ എങ്ങോട്ടേക്കായി പോകുന്നത്? ഷേർഖാൻ ചാവാനായി നിന്നെയാണോ ആദ്യം അയച്ചിരിക്കുന്നത്? പോ, നീ വേഗം തിരിച്ചു പോയിക്കോ. ഇല്ല, തിരികെ പോകാൻ കളിയില്ല. കണ്ടില്ലേ, ഇവൻ വിചാരിക്കുന്നത് ഇവൻ നമ്മളെ തോൽപ്പിച്ച് കാടിനെ രക്ഷിക്കുമെന്നാ. വരൂ, ആദ്യം ഇവനെ തന്നെ അങ്ങ് തീർത്തേക്കാം. കാലുമുയലെ അവിടെ നിന്ന് ഓടിക്കോ. 2 സിംഹവും കറുമ്പൻ മുയലിന്റെ അടുത്തേക്ക് ആക്രമിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും ഒരു സ്ഥലത്തുനിന്ന് ഒരുപാട് ആനകൾ ഓടി വരികയായിരുന്നു. അതെ, ഓടിക്കോ ഓടിക്കോ, വേട്ടക്കാരൻ വരുന്നുണ്ട്, വേട്ടക്കാരൻ വരുന്നുണ്ട്. ആ എല്ലാ ആനകളും വേഗതയിലായിരുന്നു ഓടി വന്നത്. ആന ഓടുന്നതിന്റെ ഇടയ്ക്ക് ആ 2 സിംഹത്തിനും നല്ല പണി കിട്ടി. എന്റെ ദൈവമേ, ഈ ആനകളൊക്കെ നമ്മളെ ഇടിച്ച് പഞ്ചറാക്കി. അപ്പോഴേക്കും മോണ്ടു കാണ്ടാമൃഗത്തിന്റെ കണ്ണിലേക്ക് തന്നെ ഒരു തേനീച്ച കുത്തി. എന്താണ് ഈ കാണിച്ചത്? മോണ്ടു കാണ്ടാമൃഗം രക്ഷപ്പെടാനായിട്ട് ഒരു കണ്ണ് അടച്ചോണ്ടോടി. ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് 2 സിംഹത്തിനെയും നല്ല രീതിയിൽ ഇടിച്ചിട്ടു. എന്നിട്ട് നേരെ വേട്ടക്കാരന്റെ വണ്ടിയിൽ പോയി വീണു. കൊള്ളാലോ, 2 സിംഹത്തെ കിട്ടിയിരിക്കുന്നത്. ഇന്ന് അടിച്ചു പൊളിക്കാം. വേട്ടക്കാരൻ ട്രക്കിലിരുന്നു. 2 പേരെയും തൂക്കിയെടുത്ത് അവിടെ നിന്ന് പോയി. ആ സമയം കൊണ്ട് ഉച്ച സമയം കഴിഞ്ഞിരുന്നു. കാലുമുയലേ, ഇന്ന് നീ കാരണമാണ് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷപ്പെട്ടത്. മനസ്സിലാവുന്നില്ല നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന്. ഈ ദിവസം എന്നാൽ നിങ്ങൾക്ക് ലാഭകരമാണ്. ഞാൻ പോകും. വേണ്ട, നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവരുത്. ഷേർഖാൻ, ഇവനെ തടയൂ. അതേ കാലുമുയലേ, ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിച്ചത് നീയാ. ഞങ്ങൾ നിന്നെ എങ്ങോട്ടും പോവാൻ വിടില്ല. ഞാൻ നിങ്ങളെ കുഴപ്പത്തിൽ ഉണ്ടാക്കും. അത് നിങ്ങളുടെ റിസ്ക് ആണ്. അത് പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് ആലോചിച്ചു. ഷേർഖാൻ അപ്പ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഗുഹ ഒരുക്കുന്നുണ്ട്. നിനക്കവിടെ സമാധാനമായി വിശ്രമിക്കാം. ഉച്ച സമയത്ത് നിനക്ക് അവിടെ സമാധാനമായി ഇരിക്കാം. ബാക്കിയുള്ള സമയത്തെല്ലാം ഞങ്ങളുടെ കൂടെ നിനക്ക് ഇരിക്കാമല്ലോ. അത് കേട്ട് 4 കൂട്ടുകാരും തുള്ളിച്ചാടാൻ തുടങ്ങി. മുയലിന് താമസിക്കാനായിട്ട് അവര് വലിയൊരു ഗുഹ കൊടുത്തു. ഉച്ച സമയമാകുമ്പോൾ അവൻ അതിന്റെ അകത്തിരിക്കും. എന്നിട്ട് ബാക്കി സമയം കൂട്ടുകാരുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കും.